സഞ്ജു സാംസന്റെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വിവാദകരമായ ഔട്ടിലൂടെ IPL വീണ്ടും പുകഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയും രാജസ്ഥാനും തമ്മിലുള്ള ഒരു മാച്ചില് രാജസ്ഥാൻ തകർന്നിട്ടും ഒറ്റയ്ക്ക് രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സാംസൺ മുകേഷ് കുമാറിന്റെ പന്തിൽ ഉയർത്തിയടിച്ച ആ ഒരു പന്ത് ബൗണ്ടറി ലൈനിൽ നിന്ന് സായ് ഹോപ്പ് കൈപ്പിടിയിൽ ഒതുക്കുകയുണ്ടായി. അപ്പൊ സായ് ഹോപ്പിന്റെ കാല് ബൗണ്ടറിയിൽ തട്ടിയിരുന്നു എന്ന് ഒരു വിഭാഗം ക്രിക്കറ്റ് നിരീക്ഷകരും അമ്പയറും ഒക്കെ പറയുമ്പോൾ മറ്റൊരു വിഭാഗം പറയുന്നത് അത് തട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അത്രയും വിവാദകരമായ ഒരു ക്യാച്ച്, ആ ഒരു ക്യാച്ചിനെ ധൃതി പിടിച്ച് 20 സെക്കൻഡിനുള്ളിൽ തേർഡ് അമ്പയർ വിധി എഴുതുന്നു. സഞ്ജു സാംസൺ ഔട്ടായി പുറത്തു പോകുന്നു, രാജസ്ഥാൻ തോക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനുശേഷം വരുന്ന ഒരു വൈഡ് റീപ്ലേക്ക് വേണ്ടിയിട്ട് 3.5 മിനിറ്റോളം തേർഡ് അമ്പയർ ചെലവാക്കുന്നു. അപ്പം എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നാണ് ക്രിക്കറ്റ് ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ IPL വിവാദത്തിൽപ്പെടുന്നത് ആദ്യമല്ല. ഇതിനു മുന്നേ മുംബൈക്ക് വേണ്ടി ടോസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം IPL-നെതിരെ ഉയരുകയും ചെയ്തിരുന്നു. അതിനുശേഷം ക്യാമറ ടോസ് വീണ് കഴിയുമ്പോൾ ആ പോയിന്റിലേക്ക് സൂം ചെയ്യുന്ന ഒരു രീതി IPL കൊണ്ടുവരികയും ചെയ്തിരുന്നു. ആദ്യത്തെ മാച്ചുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അങ്ങനെ ക്യാമറ ടോസ് ഫോക്കസ് ചെയ്യുന്നില്ലായിരുന്നു. അതിനുശേഷം ഇന്നലെ നടന്ന മാച്ച് നോക്കുകയാണെങ്കിൽ ലക്നൌവും SRHും തമ്മിലുള്ള ആ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ ലക്നൌവിന്റെ അവസാന ഓവറിലെ അവസാന പന്ത് നിക്കോളാസ് പൂറൻ അടിച്ച പന്ത് ബൗണ്ടറി ലൈനിൽ നിന്ന് സേവ് ചെയ്യപ്പെട്ടിട്ടും അത് ബൗണ്ടറിയിൽ തട്ടാതെ കൃത്യമായി സേവ് ചെയ്തിട്ടും അത് 4 അനുവദിക്കുന്നു. അങ്ങനെ നിലവാരമില്ലാത്ത അമ്പയറിംഗ് മൂലം IPL-ൽ വിവാദങ്ങൾ പുകഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വളരെ 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 ഗുരുതരമായ ആരോപണങ്ങളെല്ലാം IPL-ന് എതിരെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൺമുൻപിൽ കാണുന്ന ഈ കാര്യങ്ങൾ, ഇത്രയും കള്ളത്തരങ്ങൾ നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പം IPL-ലും ഇന്റർനാഷണൽ ക്രിക്കറ്റും ഒക്കെ നിയന്ത്രിക്കുന്നത് വളരെ വലിയ ഫാന്റസി ആപ്പുകളാണ്. നമുക്കറിയാം, നമ്മുടെ IPL-നിടയിൽ കാണുന്ന പരസ്യങ്ങളിലും അല്ലെങ്കിൽ ഗ്രൗണ്ടിനുള്ളിൽ സ്ക്രീനിൽ കാണിക്കുന്ന പരസ്യങ്ങളിലും IPL-ന്റെ പല ടീമുകളുടെ സ്പോൺസർഷിപ്പ്, അതുപോലെ ഇന്ത്യൻ ടീമുകളെ വരെ സ്പോൺസർ ചെയ്യുന്ന രീതിയിൽ ഈ ഫാന്റസി ആപ്പുകൾ വളർന്നിട്ടുണ്ട്. പലതരത്തിലുള്ള സിനിമാ താരങ്ങളും അതുപോലെ ക്രിക്കറ്റ് താരങ്ങളും എല്ലാം വന്ന് നിങ്ങളുടെ 11 പിക്ക് ചെയ്യൂ, കോടികൾ സമ്മാനമായി നേടൂ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം അതിൽ പൈസ ചെലവാക്കുന്ന ആൾക്കാരാണ്. കോടിക്കണക്കിന് രൂപയാണ് ഓരോ മാച്ചിന് ശേഷം ഫാന്റസി ആപ്പുകൾ വരുന്നത്. അപ്പോൾ അതിനകത്തൊരു ചെറിയൊരു വിഹിതം മാത്രമാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. 100 കോടിയിലധികം രൂപ ഓരോ മാച്ചിനും ശേഷം ലാഭമായിട്ടുണ്ടാക്കുന്ന, അതായത് ഇന്റർനാഷണൽ മാച്ചോ അല്ലെങ്കിൽ IPL പോലെ ഫേമസ് ആയിട്ടുള്ള മാച്ചുകൾക്ക് ശേഷം ലാഭമായിട്ടുണ്ടാക്കുന്ന ആപ്പുകളും ഉണ്ട്. എങ്കിലല്ലേ ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന ലെവലിലേക്ക് ഇവർക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഫാന്റസി ആപ്പുകൾ വളരുന്നുണ്ട് എങ്കിൽ ഇത് നാട്ടുകാരുടെ പൈസയാണ് അവിടെ കുന്നുകൂടിയിരിക്കുന്നത്. അപ്പോൾ ഓരോ മാച്ചിലും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഫാന്റസി ആപ്പുകളിൽ ഏറ്റവും കൂടുതൽ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമായിട്ട് വെച്ചിട്ടുള്ള ആൾക്കാരെ പുറത്താക്കാൻ കിട്ടുന്ന ഓരോ ചാൻസും, അതിപ്പോൾ റിവ്യൂ എടുത്തില്ല എങ്കിൽ പല ആൾക്കാരും, പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും നേരത്തെ തന്നെ കൂടാരം കയറുന്ന രീതിയിൽ നിലവാരമില്ലാത്ത അമ്പയറിങ്, ടോസ് ഫിക്സിങ് പോലുള്ള ആരോപണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഇപ്പം IPL നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഫാന്റസി ആപ്പുകളാണോ എന്നുള്ള ഒരു സംശയം പറയാതെ വയ്യ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ ആൾക്കാർ പൈസ മുടക്കിയിരിക്കുന്നത് ആരുടെ പേരിലാണോ, ആരെയാണോ ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുന്നത്, ആരെയാണോ VC ആക്കി വെച്ചിരിക്കുന്നത്, അവരെല്ലാം പെട്ടെന്ന് തന്നെ പുറത്താവുന്നു. അപ്രതീക്ഷിതമായ പല പ്രകടനങ്ങളും പല മാച്ചുകളിലും നമ്മൾ കണ്ടതാണ്. ശശാങ്ക് സിംഗിനെ പോലുള്ള ആൾക്കാർ, അശുതോഷ് ശർമ്മയെ പോലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അപ്രതീക്ഷിതമായി കയറി വന്ന ആ മാച്ചുകളിലാണെങ്കിൽ പോലും ഫാന്റസി ഗെയിമിൽ സമ്മാനം അടിച്ച ടീമുകൾ എടുത്ത് നോക്കുക. അതിനകത്ത് ശശാങ്ക് സിംഗ് ക്യാപ്റ്റനോ VCയോ ആണ്, അശുതോഷ് ശർമ്മ ക്യാപ്റ്റനോ VCയോ ആണ്. അങ്ങനെ അവർ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ വേറെ ആരും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും അവിടെ സമ്മാനം അടിക്കുന്ന ടീമിൽ ഇവരെല്ലാം ഉണ്ട്. അതെങ്ങനെയാണ് സാധ്യമാകുക? ആരും ശ്രദ്ധിക്കാനില്ലാത്ത ആ ഒരു സമയത്ത് പോലും, ആ ഒരു മാച്ചിൽ പോലും, ഇപ്പോഴാണെങ്കിൽ ശശാങ്ക് ശർമ്മയും അശുതോഷ് ശർമ്മയൊക്കെ ഒരുപാട് ആൾക്കാർ പിക്ക് ചെയ്യുന്ന പ്ലെയർ ആണെന്ന് വെക്കാം. ഇവർ ആദ്യമായി കളിച്ച ആ ഒരു കളി തന്നെ നിങ്ങൾ എടുത്ത് നോക്കുക. ആ ഒരു ടീമിൽ ഇവരുണ്ട്, അവർ സമ്മാനം അടിച്ച ആ ഒരു ടീമിൽ ഇവരുണ്ട്. അതെങ്ങനെയാണ് സാധ്യമാകുക? എന്തെങ്കിലും കള്ളത്തരം ഉണ്ടാവില്ലേ? നമ്മുടെ കൺമുൻപിൽ, അതായത് സഞ്ജു സാംസന്റെ ഔട്ട്, കഴിഞ്ഞ ദിവസത്തെ നിക്കോളാസ് പൂറനെ അടിച്ച ബൗണ്ടറി, ആ ഒരു ബൗണ്ടറി സേവ് ചെയ്യപ്പെട്ടിട്ട് അത് 4 ആകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ ടോസ് ഫിക്സിങ് പോലുള്ള ആരോപണങ്ങൾ, ഇത്രയും കള്ളത്തരങ്ങൾ നമുക്ക് കൺമുൻപിൽ കാണാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഈ ഒരു ഫാന്റസി ഗെയിം ആപ്പുകൾക്കുള്ളിൽ കള്ളത്തരം സാധ്യമല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക.
അപ്പോൾ ഒരുപാട് പൈസ ഇറക്കി വലിയ കളികളൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ട് എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ചെയ്യുക. എവിടെയോ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. താങ്ക്